ഹായ്! ഇന്നത്തെ വീഡിയോ അമ്മയുടെ നാട്ടിൽ പോവാണ്. അവിടെ കുറച്ച് റംബൂട്ടാൻ പറിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അത് വാങ്ങാൻ പോവാണ്. കുഞ്ഞിലെ ഞാൻ ഏറ്റവും കൂടുതൽ പോവാൻ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്, പക്ഷേ എങ്കിലും പോകുന്നത് കുറഞ്ഞു മുമ്പത്തെ അപേക്ഷിച്ച്. അമ്മയുടെ അമ്മ മരിച്ചതിന് ശേഷം അങ്ങനെ അധികം പോവാറില്ല. അപ്പൂപ്പനെ കാണാൻ പോവും, എങ്കിലും പഴയതുപോലെ പോവില്ല. കാരണം അപ്പൂപ്പൻ വീട്ടിൽ കാണില്ല, കടയിലായിരിക്കും. അപ്പോൾ വീട്ടിൽ മറ്റേത് അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നോക്കാനും ഫുഡൊക്കെ ഉണ്ടായത് എല്ലാത്തിനും ആളുണ്ടായിരുന്നു. ഇപ്പം എന്തോ പോകാൻ തോന്നില്ല, ആളില്ലാത്തതുകൊണ്ട് എന്തോ ഒരു വിഷമമാണ് പോകാൻ. ചെറുപ്പത്തിൽ അവിടെ പോകാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതിന് മെയിനായിട്ടുള്ള കാരണം കസിൻസാണ്. എല്ലാവരുമായിട്ടും അടിച്ച് പൊളിച്ച് വെക്കേഷൻ ടൈമിൽ ഭയങ്കര ഒരു രസമായിരുന്നു. ഇപ്പം എല്ലാവരും മാരേജ് കഴിഞ്ഞ് അതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടി, പിന്നെ അങ്ങനെ അധികം പോവാറില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയപ്പം പോകാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. മറ്റത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ല മെമ്മറീസ് ഉള്ളത് ആ ടൈമിലൊക്കെയാണ്. ബസ് കാത്തിരുന്നപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു വീട്ടിൽ റംബൂട്ടാൻ വലയൊക്കെ ഇട്ട് മറച്ച് വെച്ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ബസ്സൊന്നും കിട്ടിയില്ല, കാരണം സൺഡേ ആയതുകൊണ്ട് ബസ് കുറവായിരിക്കും. അപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അവിടെ നിന്ന് നെടുമങ്ങാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റാൻഡിലോട്ട് നടന്നു. അവിടുന്ന് പിന്നെ പാലോട് ബസ് കിട്ടുമല്ലോ എപ്പോഴും. ചെന്നപ്പോൾ തന്നെ സ്റ്റാൻഡിൽ ബസ്സുണ്ടായിരുന്നു. അങ്ങനെ കയറി. സൈഡ് സീറ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്, പക്ഷേ സൈഡ് സീറ്റ് കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ കിട്ടി. മാക്സിമം ഞാൻ ഷേക്കില്ലാതെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഷേക്ക് ആവുന്നുണ്ട്. അതൊന്ന് ഇഗ്നോർ ചെയ്യുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം അപ്രാവശ്യം ഇപ്രാവശ്യം ഫുള്ള് മരങ്ങളാണ് മിക്ക സ്ഥലങ്ങളിൽ. കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുഞ്ഞിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ചില സ്ഥലങ്ങളെത്തുമ്പോൾ ഫുൾ അപ്പുറം ഇപ്പുറം മരങ്ങളാകുമ്പം രാത്രിയാകുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയമാണ്. പക്ഷെ ഇപ്പം പിന്നെയും കുഴപ്പമില്ല, വീടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. എന്നുവെച്ചാൽ സിറ്റി ലൈഫ് അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും ഏകദേശം സിറ്റി ആ ഒരു ഭാഗത്താണ് ഞങ്ങൾ. എങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്.
ബസ് ഇറങ്ങി നേരെ അപ്പൂൻ്റെ കടയിലോട്ട് പോയി. ഇതാണ് അപ്പൂൻ്റെ കട. പൂക്കടയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്ന കുറച്ച് വ്യക്തികളാണല്ലോ, അതിലൊരാളാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഏജിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ അപ്പുറത്തെ കടയിൽ പോയി ചായ കുടിച്ചു. ചായയും ഉള്ളിവടയും. അപ്പൂപ്പൻ വരാത്തത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ വന്നപ്പോൾ അപ്പൂപ്പൻ അപ്പുറത്തൊരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ചായ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മളെ കണ്ടത്. അങ്ങനെ അപ്പു അപ്പുറത്തെ കടയിലോട്ടും പോയി, നമ്മൾ ഇപ്പുറത്തെ കടയിൽ നിന്ന് ചായ കുടിച്ചു. പിന്നെ നമ്മൾ അധിക സമയം നിന്നില്ല. അപ്പൂപ്പന് ചോറും കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. കാരണം ഇപ്പം തന്നെ 5:30 മണിയായി. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. പിന്നെ ബസ്സിൽ കയറി. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ സൈഡ് സീറ്റ് കിട്ടാൻ താമസിച്ചെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സീറ്റ് കയറിയത് ആദ്യം ചെയ്തത് റംബൂട്ടാൻ എടുത്ത് കവറിന്ന്, പിന്നെ ഇരുന്ന് തിന്നാൻ തുടങ്ങി. ഇനി ഇത് തിന്നണമെങ്കിൽ അടുത്ത വർഷമാവണം. ഈ ഒരു സ്പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ചില നേരത്ത് കൃഷിയൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ പൈനാപ്പിൾ അങ്ങനെയൊക്കെ. അപ്പോഴും നല്ല രസമാണ് ഇവിടെ കാണാൻ. പിന്നെ നേരെ സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നേരെ ഇറങ്ങി തിരുവനന്തപുരം ബസ് പോകുന്ന സ്റ്റാൻഡിലോട്ട് പോയി. അവിടെയും ബസ് ഉണ്ടായിരുന്നതുകൊണ്ട് അധികം നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവറുടെ തൊട്ട് ബാക്കിൽ തന്നെ സീറ്റ് കിട്ടി.